എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട നിയമനങ്ങളാണ്. പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ആരൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ, എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണിച്ചതുപോലെ കേരള PSC ട്രെൻഡ്സ് എന്ന് ടെലഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ അതിൽ വരുന്ന പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്കതൊരു നല്ല റിവിഷനായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. പ്രധാനപ്പെട്ട നിയമനങ്ങളും അതിൽ ആ പോസ്റ്റുകളിൽ ആരൊക്കെ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ജസ്റ്റ് ആദ്യത്തെ സിമ്പിൾ ബേസിക് എന്ന് തുടങ്ങാം. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നമുക്കറിയാം, നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ് കേട്ടോ. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകറാണ്. ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകറാണ്. ഇപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ജഗദീപ് ധൻകർ. അപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്നും ഉപരാഷ്ട്രപതി എന്ന് ചോദിച്ചാൽ ആരാണ്? ജഗദീപ് ധൻകറാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ഉപരാഷ്ട്രപതി ജഗദീഷ് ധൻകർ. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡാണ്. DY ചന്ദ്രചൂഡ് എന്ന് മാത്രം പഠിച്ചാൽ പോരാ, പൂർണ്ണ രൂപം പഠിക്കണം. കാരണം ഖാദി ബോർഡ് LDC പ്രിലിംസിൽ അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്, യശ്വന്ത് ചന്ദ്രചൂഡ് അഥവാ DY ചന്ദ്രചൂഡാണെന്ത്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര്? ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. അപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്. പൂർണ്ണ നാമം എന്താണെന്ന് ചോദിച്ചാൽ ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ്. ഇനി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിലവിൽ അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല. ജസ്റ്റിസ് നിതിൻ ജംദാറിനെയാണ് എന്ത് ശുപാർശ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഗവർണർ അംഗീകാരം നൽകിയിട്ടില്ല. പക്ഷെ നിലവിൽ കേരള സുപ്രീം കോടതിക്ക് ഒരു കേരള ഹൈക്കോടതിക്ക് ഒരു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് മുസ്താഖാണ് കേട്ടോ. മുഹമ്മദ് മുസ്താഖാണ് നിലവിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി വർക്ക് ചെയ്യുന്നത്. അദ്ദേഹമാണ് എന്ത് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ. അപ്പോൾ മുഹമ്മദ് മുസ്താഖ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ആൻസർ ചെയ്യേണ്ടത്. നിതിൻ ജംദാറും മുഹമ്മദ് മുസ്താഖും ഒരുമിച്ച് വരാൻ സാധ്യതയില്ല. നിതിൻ ജംദാർ അപ്പോയിൻമെൻറ്റ് ആയിട്ടില്ല, ശുപാർശ പോയിട്ടാണ്. ഗവർണർ അപ്പോയിൻമെൻറ്റ് ആയിട്ടില്ല. ശുപാർശ ചെയ്തിരിക്കുന്നത് നിതിൻ ജംദാറിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് 50ാമത്തെ ജസ്റ്റിസാണ്. കേരള ഹൈക്കോടതി നിലവിലായിട്ടില്ല, ശുപാർശ പോയിരിക്കുന്നത് നിതിൻ ജംദാറിൻ്റെയാണ്. നിലവിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ്. അതാരാണ്? മുഹമ്മദ് മുസ്താഖാണ്. ഓക്കെ, മുഹമ്മദ് മുസ്താഖാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ചെയർമാൻ ഇല്ല, ആക്ടിംഗ് ചെയർമാനാണ്. അതാരാണ്? വിജയഭാരതി സയാനിയാണ്. വിജയഭാരതി സയാനിയാണ് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാൻ. മുൻ ചെയർമാൻ അരുൺകുമാർ മിശ്രയായിരുന്നു. അദ്ദേഹം അദ്ദേഹം വിരമിച്ചു. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിരമിച്ചു. നിലവിൽ ഒരു ആക്ടിംഗ് ചെയർമാനാണുള്ളത്, അത് വിജയഭാരതി സായാനിയാണ്. അപ്പോൾ അരുൺകുമാർ മിശ്രയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വിരമിച്ചു. നിലവിൽ ആക്ടിംഗ് ചെയർമാനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുള്ളത്, അത് വിജയഭാരതി സായാനിയാണ്. ആരാണ്? വിജയഭാരതി സായാനി. ഇനി കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. മുൻ ചെയർമാൻ ജസ്റ്റിസ് മണികുമാറാണ്. അദ്ദേഹം നിലവിൽ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാണ്. അപ്പോൾ ജസ്റ്റിസ് മണികുമാർ കുറച്ച് ദിവസം കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. നിലവിൽ അദ്ദേഹം തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാണ്. നിലവിൽ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. ആരാണ്? ഹീരാലാൽ സമരിയാണ്. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായരാണ്. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? V ഹരിനായരാണ്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ് കേട്ടോ. കേന്ദ്ര
ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ്. അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. കേരളത്തിൽ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരാണ്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നമ്മൾ പറഞ്ഞു രാജീവ് കുമാറാണ്. ഇനി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ നമുക്കറിയാം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ 2 അംഗങ്ങളും ചേർന്നതാണ്. അപ്പം മറ്റുള്ള 2 അംഗങ്ങൾ ആരൊക്കെയാണ്? ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ്. ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് എന്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മറ്റ് 2 അംഗങ്ങൾ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ്. മറ്റ് 2 കമ്മീഷണർമാർ ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ്. കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ്. കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ് കേട്ടോ. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ്. കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ സഞ്ജയ് കൗളാണ്. അപ്പോൾ രണ്ടും മാറിയത്. സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ എ ഷാജഹാനാണ്. കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ സഞ്ജയ് കൗളാണ്. ഈ ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്ന അവരുടെ ഒരു പ്രതിനിധിയാണിത് ഈ ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പം നിലവിൽ കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത് സഞ്ജയ് കൗളാണ്. സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുന്നത് രേഖാ ശർമ്മയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ്. ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയും കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുമാണ്. അങ്ങനെയാണെങ്കിൽ കേരള PSC ചെയർമാൻ ആരാണ്? MR ബൈജു ആണ്. കേരള PSCയുടെ ചെയർമാൻ ആരാണ്? MR ബൈജു ആണ്. UGCയുടെ ചെയർമാൻ ആരാണ്? ജഗദീഷ് കുമാറാണ്. UGCയുടെ ചെയർമാൻ ജഗദീഷ് കുമാറാണ്. ഇപ്പോൾ കേരള PSC ചെയർമാൻ MR ബൈജു ആണ്. നമ്മുടെ PSCയുടെ ചെയർമാൻ MR ബൈജു ആണ്. UGCയുടെ ചെയർമാൻ ജഗദീഷ് കുമാറാണ്. ആരാണ്? ജഗദീഷ് കുമാറാണ് UGCയുടെ ചെയർമാൻ. എന്നാൽ UPSC ചെയർമാൻ ആരാണ്? UPSC ചെയർമാൻ മനോജ് സോണി ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചു. നിലവിൽ പ്രീതി സുധനാണ്. ആരാണ്? പ്രീതി സുധനാണ്. അവർ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ UPSC ചെയർമാൻ പ്രീതി സുധനാണ്. മനോജ് സോണി ആയിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം ഒരു 4-5 വർഷം കാലാവധി ബാക്കി നിൽക്കുകയാണ് അദ്ദേഹം രാജിവെച്ചത്. ISROയുടെ ചെയർമാൻ ആരാണ്? S സോമനാഥാണ്. ISROയുടെ ചെയർമാൻ ആരാണ്? S സോമനാഥാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ISROയുടെ പൂർണ്ണരൂപം. ആസ്ഥാനം ബാംഗ്ലൂരുവാണ് എന്ത് ആസ്ഥാനം. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരാണ്? S സോമനാഥാണ്. അങ്ങനെയാണെങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSCയുടെ ചെയർമാൻ ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായരാണ്. VSC തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണെന്ത് VSC എന്ന് പറയുന്നത്. അതിൻ്റെ ചെയർമാൻ ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായരാണ്. ഇപ്പോൾ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ അഥവാ VSC തുമ്പയുടെ ചെയർമാൻ S ഉണ്ണികൃഷ്ണനാണ്. ISROയുടെ ചെയർമാൻ S സോമനാഥാണ്. അപ്പോൾ രണ്ടും എന്താണ്? മലയാളികളാണ്. ഇനി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഥവാ DRDOയുടെ ചെയർമാൻ ആരാണ്? സമീർ വി കാമത്താണ്. ആരാണ്? സമീർ വി കാമത്താണ് DRDO ചെയർമാൻ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഥവാ DRDO അതിൻ്റെ ചെയർമാൻ ആരാണ്? സമീർ വി കാമത്താണ്. DRDOയുടെ ചെയർമാൻ സമീർ വി കാമത്താണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് K സച്ചിദാനന്ദനാണ് കേട്ടോ. K സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്. K സച്ചിദാനന്ദനാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? K സച്ചിദാനന്ദനാണ്. ഇനിഷ്യൽ ശ്രദ്ധിക്കുക K സച്ചിദാനന്ദൻ. ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി ആണല്ലോ, അതിലൊരു K ഉണ്ടല്ലോ. അപ്പോൾ സച്ചിദാനന്ദനിൽ ഒരു K അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇനിഷ്യൽ തെറ്റിച്ച് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ K സച്ചിദാനന്ദൻ. ഇനി സംഗീത നാടക അക്കാദമി ആണെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേട്ടോ. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ. സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ ആരാണ്? OG ഒലീനയാണ്. OG ഒലീനയാണ് സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ. സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ ആരാണ്? OG ഒലീനയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഡോക്ടർ M സത്യനാണ് കേട്ടോ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആരാണ്? ഡോക്ടർ M സത്യനാണ്. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ OG ഒലീനയും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഡോക്ടർ M സത്യനും ആണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ് കേട്ടോ. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്. ആരാണ്? മുരളി ചീരോത്താണ്.
എന്നാൽ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? വി നാഗ്ദാസ് ആണ്. വി നാഗദാസ് ആണ് എന്ത് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ. അപ്പോൾ കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ വി നാഗ്ദാസ് ആണ്. ആരാണ്? വി നാഗ്ദാസ് ആണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? രഞ്ജിത്താണ്. നിലവിൽ രഞ്ജിത്ത് അല്ല കേട്ടോ, രഞ്ജിത്ത് രാജിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ബംഗാൾ നടിയുടെ വെളിപ്പെടുത്തലൊക്കെ ആകെ ഒരു വിവാദത്തിൽ നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമിയുടെ പ്രസിഡന്റ് രഞ്ജിത്ത് ആയിരുന്നു. നിലവിൽ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്, പുതിയ ആളെ തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? രഞ്ജിത്ത് ആയിരുന്നു, അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? പ്രേംകുമാറാണ് കേട്ടോ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് പ്രേംകുമാറാണ്. ഇനി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? ഷാജി എൻ കരുണൻ. ഷാജി എൻ കരുണാണ് എന്ത് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ്. കേരള ചലച്ചിത്ര അക്കാദമി പ്രസിഡന്റ് രഞ്ജിത്തായിരുന്നു, അദ്ദേഹം രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് പ്രേംകുമാറാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? മാധവ് കൗശിക്കാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ മാധവ് കൗശിക്കാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ കുമുദ് ശർമ്മയാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ മാധവ് കൗശിക്കും വൈസ് ചെയർമാൻ കുമുദ് ശർമ്മയുമാണ്. അപ്പോൾ മാധവ് കൗശിക്, കുമുദ് ശർമ്മ. ചെയർമാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മാധവ് കൗശിക്കാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആരാണ്? കുമുദ് ശർമ്മയാണ്. ആണവോർജ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എ കെ മൊഹന്തിയാണ്. ആണവോർജ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എ കെ മൊഹന്തിയാണ്. കേരള സംസ്ഥാന പോലീസ് മേധാവി അതായത് DGP ആരാണ്? ഷെയ്ഖ് ദർവേസ് സാഹിബാണ്. ഷെയ്ഖ് ദർവേസ് സാഹിബാണ് നിലവിലെ കേരള DGP. അപ്പോൾ കേരള സംസ്ഥാന പോലീസ് മേധാവി അഥവാ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലെങ്കിൽ DGP ആരാണ്? കേരള DGP ഷെയ്ഖ് ദർവേസ് സാഹിബാണ്. ഷെയ്ഖ് ദർവേസ് സാഹിബാണ്. കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആരാണ്? വി വേണു ആണ്. വി വേണു ആയിരുന്നു, അദ്ദേഹം എന്ത് ചെയ്തു? വിരമിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അടുത്ത ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. അപ്പോൾ നമ്മൾ PSC ആൻസർ കീയിൽ നിലവിൽ വരികയാണെങ്കിൽ അതിൽ വി വേണു തന്നെ ആയിരിക്കും. എന്നാൽ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്കത് മാറും കേട്ടോ. അപ്പോൾ വി വേണു രാജിവെച്ചിട്ടുണ്ട്. രാജിവെക്കല്ല, അദ്ദേഹം വിരമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫാണ് എന്ത് തുടർന്ന് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതയാവുന്നത്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിടരമണിയാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിടരമണിയാണ്. ഇനി സോളിസിറ്റർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ തുഷാർ മേത്തയാണ് കേട്ടോ. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. അപ്പോൾ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിടരമണിയാണ്. സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. ആണവോർജ കമ്മീഷൻ ചെയർമാൻ എ കെ മൊഹന്തിയാണ്. കേരള സംസ്ഥാന പോലീസ് മേധാവി അല്ലെങ്കിൽ കേരളത്തിൻ്റെ DGP ആരാണ്? ഷെയ്ഖ് ദർവേസ് സാഹിബാണ്. കേരള ചീഫ് സെക്രട്ടറി വി വേണു ആയിരുന്നു, അദ്ദേഹം എന്ത് ചെയ്തു? കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്ത് നിലവിൽ ചീഫ് സെക്രട്ടറിയായി സ്ഥാനം ഏറ്റെടുക്കാൻ നിൽക്കുന്നത്. ഓക്കെ, ശാരദാ മുരളീധരനാണ് കേട്ടോ വേണുവിന് ശേഷം ചീഫ് സെക്രട്ടറി ആകാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരാണ്? ശാരദാ മുരളീധരനാണ്. ശാരദാ മുരളീധരനാണ് വി വേണുവിന് പകരം ചീഫ് സെക്രട്ടറി ആകാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ. നിലവിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ. അവരാണ് ഇനി കേരളത്തിലെ ചീഫ് സെക്രട്ടറിയായി സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ നമ്മൾ പറഞ്ഞു ആർ വെങ്കിടരമണിയാണ്. സോളിസിറ്റർ ജനറലും നമ്മൾ പറഞ്ഞു തുഷാർ മേത്തയാണ് കേട്ടോ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിടരമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? സോളിസിറ്റർ ജനറൽ. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. കെ ഗോപാലകൃഷ്ണനാണ് കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ സംസ്ഥാനത്തെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ AG ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? അജയ് മണിക്രാവു ഖാൻവിൽക്കറാണ് കേട്ടോ. ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? അജയ് മണിക്രാവു ഖാൻവിൽക്കറാണ്. ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? അജയ് മാണിക്രാവു ഖാൻവിൽക്കറാണ്. നബാർഡിൻ്റെ ചെയർമാൻ ആരാണ്? നബാർഡിൻ്റെ ചെയർമാൻ ഷാജി KV ആണ് കേട്ടോ. നബാർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഷാജി KV ആണ്. സെബിയുടെ ചെയർപേഴ്സൺ ആരാണ്? മദാബി പുരി ബുച്ചാണ്. മദാബി പുരി ബുച്ചാണ് എന്ത്? സെബിയുടെ ചെയർപേഴ്സൺ. നിലവിൽ വിവാദത്തിലൊക്കെ പെട്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയായിരുന്നു മാധബി പുരി ബുച്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നബാർഡ് ചെയർമാൻ ഷാജി KVയും സെബിയുടെ ചെയർപേഴ്സൺ ആരാണ്?
മാധബിപുരി ബുച്ചുമാണ് കേട്ടോ. മാധബിപുരി ബുച്ചാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗാരിയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗാരിയാണ്. നിലവിൽ എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണെന്ന് ചോദിച്ചാൽ 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ് കേട്ടോ. നിലവിൽ 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ്. അതിൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗാരിയാണ്. ഈ അരവിന്ദ് പനഗാരിയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? നീതി ആയോഗിൻ്റെ പ്രഥമ വൈസ് ചെയർമാനാണ് ആര്? അരവിന്ദ് പനഗരിയ. കേരള ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എസ് എം വിജയാനന്ദാണ് കേട്ടോ. കേരള ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എസ് എം വിജയാനന്ദാണ്. 6ാമത്തെ ധനകാര്യ കമ്മീഷനാണ് കേരളത്തിലേത്. അപ്പോൾ കേരളത്തിലെ 6ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദാണ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗാരിയ. ആരാണ്? അരവിന്ദ് പനഗാരിയ. നിലവിൽ 16ാം ധനകാര്യ കമ്മീഷനാണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? എം ഷാജറാണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? എം ഷാജറാണ്. ശമ്പള പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസാണ്. ശമ്പള പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജറാണ്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസാണ്. കേരള EWS ചെയർമാൻ. EW എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ് എന്ത്? EWS എന്ന് പറയുന്നത്. അപ്പോൾ EWS ചെയർമാൻ ആരാണ്? AV രാമകൃഷ്ണൻ പിള്ളയാണ്. ആരാണ്? AV രാമകൃഷ്ണൻ പിള്ളയാണ് എന്ത്? എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ ചെയർമാൻ. കേരള എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ ചെയർമാൻ ആരാണ്? AV രാമകൃഷ്ണ പിള്ളയാണ്. കേരള പിന്നാക്ക ജാതി വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരനാണ്. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് G ശശിധരനാണ്. ഇനി കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം ആഹിറാണ്. കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം ആഹിറാണ്. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പോൾ കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് G ശശിധരനാണ്. കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം ആഹിറാണ്. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇനി കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ A റഷീദാണ് കേട്ടോ. കേരള ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? A റഷീദാണ്. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാനയാണ്. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാനയാണ്. ഇപ്പോൾ കേരള ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ A റഷീദാണ്. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ കിഷോർ മക്വാനയാണ്. കിഷോർ മക്വാന. കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അന്തർ സിംഗ് ആര്യയാണ്. കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ്. ഇനി കേരള പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? BS മാവോജിയാണ്. ആരാണ്? BS മാവോജിയാണ്. കേരളത്തിൽ പട്ടികവർഗ സംയുക്ത കമ്മീഷനാണ്. അതിൻ്റെ ചെയർമാൻ ആരാണ്? BS മാവോജിയാണ്. കേന്ദ്രത്തിലാണെങ്കിൽ പട്ടികജാതി കമ്മീഷൻ്റെ കിഷോർ മക്വാനയും പട്ടികവർഗ കമ്മീഷൻ്റെ അന്തർ സിംഗ് ആര്യയുമാണ്. ഇനി കേരള പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ BS മാവോജിയാണ്. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനുങ്കോയാണ്. കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KB മനോജ് കുമാറുമാണ്. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രിയങ്ക് കനുങ്കോ ആണ്. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? പ്രിയങ്ക് കനുങ്കോയാണ്. കേരള ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ KB മനോജ് കുമാറാണ്. ആരാണ്? KB മനോജ് കുമാറാണ് കേരള ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. RBIയുടെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ശക്തികാന്ത് ദാസാണ്. ശക്തികാന്ത് ദാസാണ് നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. RBI എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? മുനീഷ് കപൂറാണ്. RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? മുനീഷ് കപൂറാണ്. റെയിൽവേ ചെയർപേഴ്സണാണ്. റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? ജയവർമ്മ സിൻഹയാണ് കേട്ടോ. റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആകുന്ന ആദ്യത്തെ വനിതയാണ് ആര്? ജയവർമ്മ സിൻഹ. അപ്പോൾ ജയവർമ്മ സിൻഹയാണ് നിലവിൽ റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സൺ. റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സൺ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് എന്ത്? ജയവർമ്മ സിൻഹ. ജയവർമ്മ സിൻഹയാണ് റെയിൽവേ ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് ജയവർമ്മ സിൻഹ. ഇന്ത്യയുടെ CAG ആരാണ്? ഇന്ത്യയുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. നിലവിൽ ഇന്ത്യയുടെ CAG ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. ഇന്ത്യയുടെ CGA ആരാണ്? കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആരാണ്? SS ദുബെ കേട്ടോ. SS ദുബെയാണ് ഇന്ത്യയുടെ CGA. CAG ഗിരീഷ് ചന്ദ്ര മുർമുവും CGA എന്ന് പറയുമ്പോൾ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആണ്. അത് SS ദുബെയാണ്.
ഇനി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? രഘുറാം അയ്യറാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? രഘുറാം അയ്യറാണ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡൻ്റ് ആരാണ്? ആദിൽ സുമരിവാലയാണ്. അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയും ഇന്ത്യൻ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ് ആരാണ്? ആദിൽ സുമരിവാലയാണ്. ആരാണ്? ആദിൽ സുമരിവാലയാണ് ഇന്ത്യയുടെ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? നിലവിലെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ പ്രഥമ ചെയർമാനും നിലവിലെ ചെയർമാനും ഒക്കെ നരേന്ദ്രമോദി തന്നെയാണ്. കാരണം നീതി ആയോഗ് രൂപീകരിച്ചതിന് ശേഷം പിന്നീട് ഭരണം മാറിയിട്ടില്ല കേട്ടോ. 2015 നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി 1 അപ്പോൾ അതിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. അരവിന്ദ് പനഗാരിയെ നമ്മൾ പറഞ്ഞു നിലവിലെ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാണ്. അദ്ദേഹമായിരുന്നു ആദ്യത്തെ വൈസ് ചെയർമാൻ. നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യാണ് കേട്ടോ. നിലവിലെ നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യാണ്. പ്രഥമ CEO സിന്ധുശ്രീ ഗുള്ളറായിരുന്നു. പ്രഥമ CEO ആരായിരുന്നു? സിന്ധുശ്രീ ഗുള്ളറായിരുന്നു. ഇപ്പോൾ നീതി ആയോഗ് പ്രഥമ ചെയർമാനും നിലവിലെ ചെയർമാനും ആരാണ്? പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. വൈസ് ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗാരിയാണ്. അദ്ദേഹം നിലവിൽ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ്. നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് നീതി ആയോഗിൻ്റെ. നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യാണ്. നീതി ആയോഗിൻ്റെ പ്രഥമ CEO സിന്ധുശ്രീ ഗുള്ളറാണ്. ഇനി കേരള ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അതായത് പിണറായി വിജയനാണ്. വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രനാണ്. അപ്പോൾ നീതി ആയോഗിന് തത്തുല്യമായ കേരള ആസൂത്രണ ബോർഡുണ്ട് സംസ്ഥാന തലങ്ങളിൽ. അപ്പോൾ സംസ്ഥാന തലങ്ങളിൽ ആസൂത്രണ ബോർഡുണ്ട്. അപ്പോൾ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? അതാത് സമയത്ത് മുഖ്യമന്ത്രിയാണ്. നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം തന്നെയാണ് ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ. വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രനാണ്. ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? നിലവിലെ VK രാമചന്ദ്രനാണ്. BCCIയുടെ അതായത് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? റോജർ ബിന്നിയാണ് കേട്ടോ. BCCIയുടെ പ്രസിഡന്റ് ആരാണ്? റോജർ ബിന്നിയാണ്. ഇന്ത്യയിലെ ക്രിക്കറ്റ് ഭരണസമിതിയാണ് BCCI എന്ന് പറയുന്നത്. അതിൻ്റെ പ്രസിഡന്റ് നിലവിൽ റോജർ ബിന്നിയാണ്. അതിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? ജയ്ഷ ആയിരുന്നു. ജയ്ഷ നിലവിൽ ICC ആഗോളതലത്തിലുള്ള ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. CBIയുടെ മേധാവി ആരാണ്? പ്രവീൺ സൂദാണ് കേട്ടോ. CBI മേധാവി ആരാണ്? പ്രവീൺ സൂദാണ്. ഇന്ത്യയുടെ ചീഫ് വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ CBI മേധാവി പ്രവീൺ സൂദും ചീഫ് വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ദിലീപ് ടിർക്കിയാണ് കേട്ടോ. മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ ദിലീപ് ടിർക്കിയാണ് ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ്. AIFF അഥവാ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് കല്യാൺ ചൗബയാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? കല്യാൺ ചൗബയാണ്. ഇപ്പോൾ ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് മുൻ ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റനായിരുന്ന ദിലീപ് ടിർക്കിയാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് കല്യാൺ ചൗബയാണ്. ആരാണ്? കല്യാൺ ചൗബയാണ്. BCCIയുടെ നിലവിലെ പ്രസിഡന്റ് റോജർ ബിന്നിയാണ്. CBI മേധാവി പ്രവീൺ സൂദാണ്. ഇന്ത്യയുടെ ചീഫ് വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ ആണ്. ഇനി നമുക്ക് സേനാ മേധാവികളെ നോക്കാം. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാനാണ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാനാണ്. കരസേനാ മേധാവി ആരാണ്? ഉപേന്ദ്ര ത്രിവേദിയാണ്. ഉപേന്ദ്ര ത്രിവേദിയാണ് എന്ത്? കരസേനാ മേധാവി. ഇന്ത്യയുടെ 30ാമത്തെ കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വിവേദി. നാവികസേനാ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠിയാണ് നാവികസേനാ മേധാവി. വ്യോമസേനാ മേധാവി വിവേക് റാം ചൗധരിയാണ്. ആരാണ്? വിവേക് റാം ചൗധരിയാണ് വ്യോമസേനാ മേധാവി. അപ്പോൾ നോക്കാം, ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാനാണ്. കരസേനാ മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യയുടെ 30ാമത്തെ കരസേനാ മേധാവി, നിലവിലെ കരസേനാ മേധാവി. നാവികസേനയുടെ നിലവിലെ മേധാവി ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠിയാണ്. വ്യോമസേനാ മേധാവി ആരാണ്? വിവേക് റാം ചൗധരിയാണ്. നിലവിലെ വ്യോമസേനയുടെ മേധാവി ആരാണ്? വിവേക് റാം ചൗധരിയാണ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? പ്രമോദ് ചന്ദ്ര മോദിയാണ് കേട്ടോ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? പ്രമോദ് ചന്ദ്ര മോദിയാണ്. ലോകസഭയുടെ സെക്രട്ടറി ജനറലോ? ഉൽപ്പൽ കുമാർ സിംഗ് ആണ് എന്ത്? ലോകസഭയുടെ സെക്രട്ടറി. ഇപ്പോൾ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദിയാണ്.
ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ് ആണ്. UPSC ചെയർമാൻ ആരാണ്? നിലവിൽ പ്രീതി സുധനാണ്. മനോജ് സോണി ആയിരുന്നു, അദ്ദേഹം രാജിവെച്ചു. നിലവിൽ UPSCയുടെ ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുധനാണ് കേട്ടോ, ഒരു വനിതയാണ്. പ്രീതി സുധനാണ് നിലവിൽ UPSCയുടെ ചെയർപേഴ്സൺ, അധ്യക്ഷ എന്ന് പറയുന്നത്. അപ്പം രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദിയാണ്. ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗും ആണ്. ഉൽപ്പൽ കുമാർ സിംഗും. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഏകദേശം അറിയാവുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിൽ പെടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തേണ്ട ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.